ഇന്ന് നമ്മൾ ചെയ്യുന്നത് പരുക്കൻ ലേ ചെയ്തിട്ട് ഫസ്റ്റ് ഡേ പരുക്കൻ വലിച്ചത് ഫ്രീസറാണ്. അപ്പോൾ നമ്മൾ പരുക്കൻ വലിച്ചിട്ട് പശയിൽ പിറ്റേന്ന് തന്നെ ഒടിക്കുന്നു. ആവറേജ് നല്ല നനവിൽ പരുക്കൻ, അതായത് സിമെൻറ്റിൻ്റെ സെറ്റിംഗ് പവർ നല്ലതുപോലെ ഇട്ട് കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. നമുക്ക് പിറ്റേന്ന് തന്നെ ടൈൽ ഇതിൽ ലേ ചെയ്യാനായിട്ട് പറ്റും. പരുക്കനെന്നും എളിന്നോ പറഞ്ഞോ ഒന്നും വരില്ല. പിറ്റേന്ന് നമ്മൾ പശയിൽ ടൈല് 16 mm തിക്നെസ്സുള്ള 2x2 ടൈലാണ് ഇതിലൊട്ടിക്കുന്നത്. അപ്പോൾ നമ്മുടെ പരുക്കൻ വലി ഏറെക്കുറെ തീർന്നു. 2 ഫ്രീസറാണ് റെഡിയാക്കാനുള്ള തൽക്കാലം. സ്പേസർ ഇടേണ്ട യാതൊരു ആവശ്യമില്ല. ഫിറ്റിങ് കറക്റ്റാണെങ്കിൽ യാതൊരുവിധ രീതിയിലും പൊങ്ങില്ല. പരുക്കുണ്ടാവേണ്ട ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല സെറ്റിംഗ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരുപാട് കനത്തിലും കൊടുക്കേണ്ട കാര്യമില്ല. ഒരു 5 mm തിക്നെസ്സിൽ മാത്രം ഗമ്മ് വലിച്ച് ലേ ചെയ്യാം. ഒരു കാരണവശാലും ഇത് പൊങ്ങുമൊന്നുമില്ല. ജോയിൻറ്റ് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ലേ ചെയ്യാവുന്നതാണ്. വൈബ്രേറ്റർ അടിച്ചാണ് സെറ്റ് ചെയ്യുന്നത്. ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലാണ് നമ്മൾ ലേ ചെയ്യുന്നത്. കാരണം ഈ ഫ്രീസർ കുറേ ലോഡിങ്, നല്ല ടൺ കണക്കിന് ഐറ്റംസ് സ്റ്റോർ ചെയ്യാനുള്ളതാണ്. വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ക്ലിയറായിട്ട് നമുക്ക് വിരിക്കാനായിട്ട് സാധിക്കാം നമ്മൾ കൂടിയ ടൈല് എടുത്തു കഴിഞ്ഞാൽ.